യേശുവിൻ്റെ കൂട്ടായ്മയിലെ സ്നേഹം നിറഞ്ഞ എല്ലാ പ്രിയ സഹോദരങ്ങൾക്കും നല്ലൊരു ദിവസത്തിൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. ദൈവകൃപയാൽ ദൈവത്തോടുള്ള വിശ്വാസത്തോടെ ദൈവവചനത്തിലുള്ള അടിയുറച്ച വിശ്വാസത്തിൽ ദൈവം നമ്മോടൊപ്പം സഞ്ചരിക്കുവാനും നമ്മുടെ കൂടെ ഉണ്ടായിരിക്കുവാനും ദൈവകൃപയ്ക്കായി യാചിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ നിൽക്കുവാൻ നമുക്ക് അവസരം ലഭിച്ചതിന് സർവശക്തനായ ദൈവത്തിന് നന്ദി പറയാം. ഇന്ന് നമ്മൾ ശ്രവിക്കുന്ന തിരുവചന ഭാഗം 21-ാം സങ്കീർത്തനം 3-ാം തിരുവചനം. സമൃദ്ധമായ അനുഗ്രഹങ്ങളുമായി അവിടുന്ന് അവനെ സന്ദർശിച്ചു. അവൻ്റെ ശിരസിൽ തങ്കക്കിരീടം അണിയിച്ചു. ദൈവം ഇന്ന് നിങ്ങളെ ഓരോരുത്തരെയും പേര് ചൊല്ലി വിളിച്ചുകൊണ്ട് തീർച്ചയായും നിങ്ങളെ ഇന്ന് കർത്താവ് സന്ദർശിക്കും. ആ നല്ലവനായ ദൈവം വെറുതെ വരികയില്ല. നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും മാറ്റി, എല്ലാ വിഷമങ്ങളും നീക്കി, നിങ്ങളുടെ ശിരസിൽ അംഗീകാരത്തിൻ്റെ കിരീടമായ തങ്കക്കിരീടം വെച്ച് നൽകി നിങ്ങളെ ആദരിക്കുവാൻ വേണ്ടിയാണ് അവിടുന്ന് നിങ്ങളെ സന്ദർശിക്കാൻ വരുന്നത്. ആ ദൈവത്തിൻ്റെ മുന്നിൽ നമുക്ക് എളിമയോടെ ആയിരിക്കാം. ഇന്നേ ദിവസം സർവശക്തനായ ദൈവം, സ്നേഹനിധിയായ നമ്മുടെ പിതാവ് നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നിങ്ങളുടെ എല്ലാ പ്രവർത്തന മേഖലകളെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കുകയും വിജയകിരീടം ചൂടിക്കുകയും ചെയ്യും. നിങ്ങളെന്തെല്ലാം മനസ്സിലാഗ്രഹിച്ചിട്ടുണ്ടോ അതെല്ലാം നിങ്ങളുടെ ഭവനത്തിലേക്ക്, നിങ്ങളുടെ അടുത്തേക്ക് കടന്നു വരുന്ന ദൈവം, നമ്മുടെ കർത്താവ് അതെല്ലാം നിങ്ങൾക്ക് സാധിച്ചു തരും. നിങ്ങൾ ആ ദേശത്തിനൊരു അനുഗ്രഹമായി മാറും. ഒരു രാജാവിനെ പോലെ നിങ്ങൾ ആധികാരികമായി എല്ലാം ചെയ്യുവാൻ തുടങ്ങും. കാരണം നിങ്ങളെ പ്രത്യേകമായി ദൈവം തെരഞ്ഞെടുത്തിരിക്കുന്ന ദിവസമായത്. പിതാവായ ദൈവത്തിൻ്റെയും പുത്രനായ യേശു ക്രിസ്തുവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും കൃപയും അനുഗ്രഹവും സമാധാനവും എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. ഈ നിമിഷം ലോകത്തിലുള്ള 800 കോടിയിലധികം വരുന്ന എല്ലാ മക്കളെയും ദൈവത്തിൻ്റെ ബലിപീഠത്തിലേക്ക് നമുക്ക് സമർപ്പിക്കാം. അവരെയും ദൈവം അനുഗ്രഹിക്കുകയും തൻ്റെ സ്നേഹത്തിൻ്റെ പ്രതീകമായി കിരീടം ചൂടി അണിയിക്കുകയും ആദരിക്കുകയും ചെയ്യട്ടെ. ക്രിസ്തുവിൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് നേരുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.